നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി രാജ്യത്തെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉണ്ടയില്ല വെടി പുറപ്പെടുവിച്ചത്. മഹാരാഷ്ട്രയിലെയും ബാംഗ്ലൂരിലെയും അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ വ്യാപകമായ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിന് ഒരു വർഷത്തിലധികം വേണ്ടി വന്നു രാഹുൽ ഗാന്ധിക്ക്. ഓരോ മണ്ഡലങ്ങളിലും ലക്ഷക്കണക്കിന് വോട്ടുകൾ അധികമായി ചേർത്തു. എന്നാൽ ഇക്കാര്യത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിലും ആ തെളിവുകളൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ രാജ്യത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോ അല്ലെങ്കിൽ അന്വേഷണ സംഘങ്ങൾക്കോ നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറല്ല. മറിച്ച് ഇതൊരു വാർത്തയാക്കുക, വിവാദമാക്കുക എന്നത് മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. ഇതിൽ നിന്ന് തന്നെ രാജ്യത്ത് നടക്കുന്ന പല വിഷയങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ കരണക്കുറ്റിയുമൊക്കെ കിട്ടിയ അടിക്ക് ആ നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഉണ്ടയില്ല വെടി പുറപ്പെടുവിച്ചെന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധിയുടെ മൂട് താങ്ങിക്കൊണ്ട് മറ്റൊരു നേതാവ് കേരളത്തിൽ നിന്ന് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണം നടത്തിയിരിക്കുന്നു. മറ്റാരുമല്ല, തൃശൂരിൽ തോറ്റു തുന്നം പാടിയ VS സുനിൽകുമാർ. തൃശൂരിൽ വോട്ട് ചേർത്തതിൽ വലിയ അട്ടിമറി നടന്നു, അതുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചത് എന്നാണ് VS സുനിൽകുമാറിന്റെ ഏറ്റവും പുതിയ കണ്ടെത്തൽ. രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ ഒരു പതിരുമില്ലെന്നും രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ പിന്തുണയെന്നും VS സുനിൽകുമാർ പറയുന്നു. ഇന്ത്യ മുന്നണിയാണെന്ന് ഓർക്കണം. ഇന്ത്യ മുന്നണി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനാകുന്നത്. എങ്കിൽ പോലും അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും VS സുനിൽകുമാർ പറയുന്ന പൊട്ടത്തനം. ഒന്നും രണ്ടും വോട്ടിനല്ല തൃശ്ശൂരിൽ VS സുനിൽകുമാറും K മുരളീധരനും തോറ്റ് നാണം കെട്ടോടിയത്. 74,000-ലധികം വോട്ടിനാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മിന്നുന്ന വിജയം നേടിയത്. അപ്പോൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത തൃശ്ശൂരിലെ ജനങ്ങളെ നോക്കി പരിഹസിക്കുകയാണ് VS സുനിൽകുമാർ. ആ ജനങ്ങളെയാണ് പരസ്യമായി ഈ VS സുനിൽകുമാർ അവഹേളിക്കുന്നത്. തൃശ്ശൂരിലെ ജനങ്ങൾ അന്തസ്സായി അവരുടെ കടമ നിർവഹിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. സുരേഷ് ഗോപി മിന്നുന്ന വിജയം, ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് BJP സ്ഥാനാർത്ഥി വിജയിച്ചു കയറി. അതിനും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പപ്പുമോന്റെ ഒരു ഉണ്ടയില്ല വെടിയുടെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ സുരേഷ് ഗോപി നേടിയ വിജയത്തെ തൃശ്ശൂരിലെ ജനതയുടെ ജനാധിപത്യമായ അവരുടെ അവകാശത്തെ തന്നെ പരിഹസിക്കുന്ന ഒരു നടപടിയിലേക്ക് VS സുനിൽകുമാർ പോയിരിക്കുന്നു. വൻതോതിൽ കള്ള വോട്ട് ചേർത്തു, മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ളവരുടെ വോട്ട് ചേർത്തു, അന്യസംസ്ഥാന തൊഴിലാളികളുടെ വോട്ട് തൃശ്ശൂരിൽ ചേർത്തു. അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വോട്ടുകൾ BJP അധികമായി ചേർത്തു, തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നാണ് സുനിൽകുമാർ പറയുന്നത്, ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വോട്ട് ചേർക്കുന്ന സമയത്തൊക്കെ സുനിൽകുമാറിന്റെ പാർട്ടിക്കാർ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ആ സമയത്ത് ഇവർക്ക് എന്തുകൊണ്ട് അതിനെ ചലഞ്ച് ചെയ്യാൻ കഴിഞ്ഞില്ല? അപ്പോൾ VS സുനിൽകുമാറും VS സുനിൽകുമാറിന്റെ പാർട്ടിക്കാരും അവിടെ അമ്പഴങ്ങ വിഴുങ്ങിയിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി പറയേണ്ടി വരും. ഒടുവിൽ തോറ്റതിന്റെ നാണക്കേട് മറയ്ക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഉണ്ടയില്ല വെടിയും ഏറ്റുപിടിച്ച് രംഗത്ത് വന്ന് വീണ്ടും വീണ്ടും പരിഹാസ്യനായി മാറുകയാണ് തൃശ്ശൂരിൽ നിന്നുള്ള മുൻ കേരളത്തിന്റെ മന്ത്രി കൂടിയായ VS സുനിൽകുമാർ.